10ാം ക്ലാസ് ഫസ്റ്റ് ടൈം കെമിസ്ട്രി പരീക്ഷയുടെ 2024 കെമിസ്ട്രി പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് വിശകലനം ചെയ്യുന്നത്. ആദ്യ ചോദ്യം 1 മാർക്കിനുള്ള ചോദ്യമാണ്. എഫ് സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? എഫ് സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? ഓപ്ഷൻ 2, 6, 10, 14. ഇവിടെ ഉത്തരം 14 ആൻസർ അല്ലേ. എഫിൽ 14 ഇലക്ട്രോണുകൾ. ഇനി മറ്റുള്ള സബ്ഷെല്ലുകൾ SP D, എസിൽ 2 ഇലക്ട്രോണാണ് വരുന്നത്, പിയിൽ 6, ഡിയിൽ 10 അല്ലേ. ഇവിടെ ആൻസർ എഫ് ആണ്, 14 ഇലക്ട്രോൺ. ചോദ്യം 2, ഓക്സിജൻ്റെ അറ്റോമിക മാസ് 16 ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഏത് സാമ്പിളിലാണ് 6.022 × 10⁻23 ഓക്സിജൻ ആറ്റങ്ങൾ അടങ്ങിയിരിക്കുന്നത്? ഓക്സിജൻ്റെ അറ്റോമിക മാസ് 16 ആണ്. താഴെയുള്ള ഏത് സാമ്പിളിലാണ് 6.022 × 10⁻23 ഓക്സിജൻ ആറ്റങ്ങൾ അടങ്ങിയിരിക്കുന്നത്? ഇവിടെ ഓപ്ഷൻ 8 ഗ്രാം, 16 ഗ്രാം, 32 ഗ്രാം, 1 ഗ്രാം അല്ലേ. നമുക്കറിയാം ആൻസർ 16 ഗ്രാം ഓക്സിജനാണ്. അതായത് ഏതൊരു മൂലകത്തിൻ്റെയും ഒരു അറ്റോമിക മാസിലുള്ള ആറ്റങ്ങളുടെ എണ്ണമാണ് 6.022 × 10⁻23. ഇവിടെ ഓക്സിജൻ്റെ മാസ് 16 ആണ്. 16 ഗ്രാമിലായിരിക്കും ഈ ആറ്റങ്ങളുടെ എണ്ണം ഉള്ളത്. ഉത്തരം 16 ഗ്രാം. ചോദ്യം 3, ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ വാതക തന്മാത്രകൾക്ക് അനുയോജ്യമായവ തിരഞ്ഞെടുത്തെഴുതുക. വാതക തന്മാത്രകൾക്ക് മാത്രം അനുയോജ്യമായിട്ടുള്ളത്. ഇവിടെ ആൻസർ വരുന്നത് സി ആണ്, ഓപ്ഷൻ സി. വാതക തന്മാത്രകളുടെ ഊർജം വളരെ കൂടുതലായിരിക്കും. ആൻസർ സി, വാതക തന്മാത്രകളുടെ ഊർജം വളരെ കൂടുതലായിരിക്കും. ഇനി ചോദ്യം 4, ഒരു മൂലകത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം 2, 5 എന്നാണ്. ഈ മൂലകത്തിലെ പി സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? ചോദ്യം കൂടി. ഒരു മൂലകത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം 2, 5 എന്നാണ്. ഈ മൂലകത്തിലെ പി സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? അപ്പോൾ നമുക്കിതിവിടെ ഷെൽ വിന്യാസമാണ് തന്നിട്ടുള്ളത്. നമ്മൾ അതിനെ സബ്ഷെല്ലിലേക്ക് വേണമെങ്കിൽ മാറ്റി എഴുതാം. 1s2, 2s2, 2p3 അല്ലേ. ആകെ 7 ഇലക്ട്രോണുകളാണ് അതിലുള്ളത്. അപ്പോൾ 1s2, 2s2, 2p3. അതിൽ പിയിൽ വരുന്നത് 3 ഇലക്ട്രോൺ. അപ്പോൾ ആൻസർ 3 ആണ്. പിയിൽ വരുന്നത് 3 ഇലക്ട്രോണുകളാണ്. ചോദ്യം 5, പുതിയ മഗ്നീഷ്യം റിബണിൻ്റെ തിളക്കം കുറേ ദിവസം കഴിയുമ്പോൾ നഷ്ടപ്പെടുന്നു. ഇതിന് കാരണമാകുന്നത് ഡാഷ് എന്ന സംയുക്തത്തിൻ്റെ രൂപീകരണമാണ്. പുതിയ മഗ്നീഷ്യം റിബണിൻ്റെ തിളക്കം കുറേ ദിവസം കഴിയുമ്പോൾ നഷ്ടപ്പെടുന്നു. ഇതിന് കാരണമാകുന്നത് ഡാഷ് എന്ന സംയുക്തത്തിൻ്റെ രൂപീകരണമാണ്. അതായത് മഗ്നീഷ്യം അന്തരീക്ഷവായു അഥവാ ഓക്സിജനുമായി പ്രവർത്തിച്ചാണ് സംയുക്തം ഉണ്ടാകുന്ന സംയുക്തം മഗ്നീഷ്യം ഓക്സൈഡ് അഥവാ MgO അല്ലേ. മഗ്നീഷ്യം ഓക്സൈഡാണ് ഉണ്ടാകുന്ന സംയുക്തം. ഇനി അടുത്ത ചോദ്യം 2 മാർക്കിനുള്ള ചോദ്യങ്ങളാണ്. ചോദ്യം 6, തന്നിരിക്കുന്ന ലോഹങ്ങളിൽ ജലവുമായി തീവ്രമായി പ്രവർത്തിക്കുന്ന ലോഹം ഏത്? തന്നിരിക്കുന്ന ലോഹങ്ങളിൽ ജലവുമായി തീവ്രമായി പ്രവർത്തിക്കുന്ന ലോഹം സബ്ഷെല്ലുകൾ 4F, തന്നിരിക്കുന്ന ലോഹങ്ങളിൽ ജലവുമായി തീവ്രമായി പ്രവർത്തിക്കുന്ന ലോഹം, അതാണ് ചോദ്യം. 6ാമത്തെ ചോദ്യം, Cu കോപ്പർ, Fe അയൺ, Na സോഡിയം, Au ഗോൾഡ്. ഇവിടെ തീവ്രമായി പ്രവർത്തിക്കുന്നത് Na, സോഡിയമാണ് തീവ്രമായി പ്രവർത്തിക്കുന്നത്. അതിൽ തന്നെ ഒരു ബി ചോദ്യമുണ്ട്. ലോഹങ്ങൾ ജലവുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന വാതകം ഹൈഡ്രജനാണ്, H2 ഹൈഡ്രജൻ. ചോദ്യം 7, ലാന്തനോയിഡുകളിൽ അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ഏത് സബ്ഷെല്ലിലാണ്? ലാന്തനോയിഡുകളിൽ എഫ് അല്ലേ, എഫിലാണ് അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്നത്. അതായത് 6F ആണ് വരുന്നത്. ഇനി ഇവയുടെ ബാഹ്യതമ ഷെൽ നമ്പർ എത്ര? ബാഹ്യതമ ഷെൽ നമ്പർ ഇവയുടേത് 6 ആയിരിക്കും അല്ലേ. പീരീഡ് 6 ആണ് വരുന്നത്. അപ്പോൾ ബാഹ്യതമ ഷെല്ല് 6 തന്നെയാണ് വരുന്നത്. ചോദ്യം 8, അതിൽ എ ചോദ്യം, 2 അന്തരീക്ഷമർദ്ദത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നിശ്ചിത മാസ് വാതകത്തിന് 20 ലിറ്റർ വ്യാപ്തമുണ്ട്. 2 അന്തരീക്ഷമർദ്ദത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നിശ്ചിത മാസ് വാതകത്തിന് 20 ലിറ്റർ വ്യാപ്തമുണ്ട്.
താപനില വ്യത്യാസപ്പെടാതെ ഈ വാതകത്തിൻ്റെ മർദ്ദം 4 മടങ്ങായി വർദ്ധിപ്പിച്ചാൽ വ്യാപ്തം എത്ര ലിറ്ററായി മാറും? അല്ലേ, അപ്പോൾ മർദ്ദം 4 മടങ്ങായി വർദ്ധിപ്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ വ്യാപ്തം എത്ര ലിറ്ററായി മാറുമെന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ പുതിയ വ്യാപ്തമാണ് കാണേണ്ടത്. നമുക്കറിയാം അതിനുള്ള വ്യാപ്തം കണ്ടുപിടിക്കാനുള്ള സമവാക്യം ബോയിൽ നിയമം അനുസരിച്ച് P1 V1 = P2 V2 അല്ലേ. അപ്പോൾ അതിന് V2 ആണ് കാണേണ്ടത്. അപ്പോൾ ആൻസർ 10 ലിറ്ററാണ് വരിക. 10 ലിറ്റർ അല്ലേ. 40/4 എന്ന് വരും. ആൻസർ 10 ലിറ്റർ. ഇനി അതിലെ ചോദ്യം ബി. സ്ഥിര താപനിലയിൽ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തവും മർദ്ദവും തമ്മിലുള്ള ബന്ധം. വ്യാപ്തവും മർദ്ദവും എപ്പോഴും താപനില സ്ഥിരമാണെങ്കിൽ വിപരീത അനുപാതത്തിലായിരിക്കും അല്ലേ. വിപരീത അനുപാതമാണ് ആൻസർ വരുന്നത്. ഇനി ചോദ്യം 9. +1 ഓക്സീകരണാവസ്ഥ മാത്രം പ്രകടിപ്പിക്കുന്ന ഒരു മൂലകമാണ് എക്സ്. ഇതിൻ്റെ പ്രതീകം യഥാർത്ഥമല്ല. ചോദ്യം എ. ഈ മൂലകം ഉൾപ്പെടുന്ന ഗ്രൂപ്പ് ഏത്? നമുക്കറിയാം ഒന്നാം ഗ്രൂപ്പിലെ എല്ലാ മൂലകങ്ങളുടെയും ഓക്സീകരണാവസ്ഥ +1 ആണ് വരുന്നത് അല്ലേ. +1 ആണ് വരുന്നത്. അപ്പോൾ ഗ്രൂപ്പ് 1 ആണ് ഇതിൻ്റെ ഗ്രൂപ്പ്, മൂലകത്തിൻ്റെ ഗ്രൂപ്പ്. അതിലെ ബി ചോദ്യം. എക്സിൻ്റെ ഓക്സൈഡിൻ്റെ രാസസൂത്രം എഴുതുക. ഓക്സൈഡ് എന്ന് പറയുമ്പോൾ ഒരു മൂലകം ഓക്സിജനുമായി കൂടിച്ചേരുന്നതാണ്. അപ്പോൾ എക്സ് +1 പോസിറ്റീവ് മൂലകമാണ് എക്സ്. അപ്പോൾ എന്തായാലും ഓക്സിജൻ നെഗറ്റീവ് മൂലകമാണ്. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ അവയുടെ സംയോജകത പരസ്പരം മാറ്റി താഴോട്ട് എഴുതിയാൽ മതി. എക്സിൻ്റെത് 1 ആണ്, ഓക്സിജൻ്റെ 2 ആണ്. പരസ്പരം മാറ്റി എഴുതുമ്പോൾ X2 എന്നാണ് രാസസൂത്രം വരുന്നത്. ഓക്കെ. ഇനി ചോദ്യം 10. ഒരു മൂലകത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം 2 രീതിയിൽ തന്നിരിക്കുന്നു. ഒന്ന് 1s2 2s2 2p6 3s2 3p6 3d9 4s2. രണ്ടാമത്തത് 1s2 2s2 2p6 3s2 3p6 3d10 4s1. ചോദ്യം. ഇവയിൽ ശരിയായ വിന്യാസം, ഇലക്ട്രോൺ വിന്യാസം ഏത്? കാരണം എഴുതുക. നമുക്കറിയാം ഇവിടെ ശരിയായത് രണ്ടാമത് വരുന്നതാണ് 3d10 4s1 അല്ല. ഇതാണ് ശരി. അതിൻ്റെ കാരണം 3d10 അല്ലേ. 3Dയിൽ 10 ഇലക്ട്രോൺ ഉള്ളപ്പോൾ ആ മൂലകത്തിന് സ്ഥിരത ഉണ്ടായിരിക്കും, കൂടുതൽ സ്ഥിരത ഉണ്ട് ഈ വിന്യാസത്തിൽ. അതുകൊണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത്. ഇനി ചോദ്യം 11. 3 മാർക്കിനുള്ള ചോദ്യങ്ങളാണ്. പട്ടിക വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. പ്രതീകങ്ങൾ യഥാർത്ഥമല്ല. മൂലകം എക്സ്, പീരീഡ് നമ്പർ 2, ഗ്രൂപ്പ് നമ്പർ 17. അതുപോലെ മൂലകം വൈ, പീരീഡ് നമ്പർ 3, ഗ്രൂപ്പ് നമ്പർ 2. ഇതിലെ ചോദ്യം എ. മൂലകം വൈയുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. നമുക്കറിയാം വൈ പീരീഡ് 3 ആണ് അല്ലേ. അപ്പം 3 ഷെല്ലുകൾ അതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രൂപ്പ് നമ്പർ 2 ആണ്, 2. അപ്പോൾ രണ്ടാമത്തെ ഗ്രൂപ്പ് വരുമ്പോൾ നോക്കുക. അപ്പോൾ 3s2 എന്നാണ് ലാസ്റ്റ് വരിക, 3s2. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ 1s2 2s2 2p6 3s2 അല്ലേ. പീരീഡ് 3 ആണ്, ഗ്രൂപ്പ് 2 ആണ്, 3s2 എന്നാണ് ലാസ്റ്റ് വരിക അല്ലേ. ടോട്ടൽ ഇങ്ങനെയാണ് വരുന്നത് 1s2 2s2 2p6 3s2. ഇനി അതിലെ ബി ചോദ്യം. മൂലകം എക്സ് പീരിയോഡിക് ടേബിളിലെ ഏത് ബ്ലോക്കിലാണ് ഉൾപ്പെടുന്നത്? മൂലകം എക്സ് നമുക്കറിയാം ഗ്രൂപ്പ് 17 ആണ്. 17 അല്ലേ. 17 എന്ന് പറയുമ്പോൾ പി ബ്ലോക്കിലാണ് ഉൾപ്പെടുക അല്ലേ. നമുക്കറിയാം 13 മുതൽ 18 വരെ അല്ലേ പി ബ്ലോക്ക് മൂലകങ്ങളാണ്. ഇനി മൂലകം എക്സിൻ്റെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എഴുതുക. ശ്രദ്ധിക്കണം, ഇവിടെ ബാഹ്യതമ ഷെല്ലാണ് അല്ലേ. ഷെല്ലിലുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കണം 1s നമ്മളൊന്ന് മൊത്തം എഴുതുമ്പോൾ ഇലക്ട്രോൺ വിന്യാസം 1s2 2s2 2p5 എന്നാണ് വരിക അല്ലേ. ഇതാണ്. അപ്പോൾ ഇവിടെ ആകെ 2 പീരീഡ് മാത്രമേ ഉള്ളൂ. 1s2 2s2 2p 17 ആണ് വരുന്നതെങ്കിൽ അവസാനം 5നോട് 12 കൂട്ടും. പക്ഷേ ഇവിടെ ഷെല്ല് വരുമ്പോൾ 2sഉം 2pയും ബാഹ്യതമ ഷെല്ലിലുള്ളതാണ്. അപ്പോൾ 2 + 5 7 ഇലക്ട്രോണുകൾ അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ. ചോദ്യം 12. ഒരു നിശ്ചിത താപനിലയിലും മർദ്ദത്തിലും സ്ഥിതി ചെയ്യുന്ന 10 ലിറ്റർ ഓക്സിജനിൽ എക്സ് തന്മാത്രകൾ അടങ്ങിയിരിക്കുന്നു. ഇതേ താപനിലയിലും മർദ്ദത്തിലും സ്ഥിതി ചെയ്യുന്ന
മറ്റ് വാതകങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അപ്പോൾ ഒന്നുകൂടി പറയാം. ഒരു നിശ്ചിത താപനിലയിലും മർദ്ദത്തിലും സ്ഥിതി ചെയ്യുന്ന 10 ലിറ്റർ ഓക്സിജനിൽ എക്സ് തന്മാത്രകൾ അടങ്ങിയിരിക്കുന്നു. ഇതേ താപനിലയിലും മർദ്ദത്തിലും സ്ഥിതി ചെയ്യുന്ന മറ്റ് വാതകങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അപ്പോൾ ചോദ്യം എ, 5 ലിറ്റർ ഹൈഡ്രജനിലെ തന്മാത്രകളുടെ എണ്ണം എത്ര? 5 ലിറ്റർ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇവിടെ 10 ലിറ്ററിൽ എക്സ് ആണ് അല്ലേ. 10 ലിറ്ററിലുള്ള ഓക്സിജനിൽ എക്സ് തന്മാത്രകളാണ്. അപ്പോൾ 5 നേർ പകുതിയാണ്. അപ്പോൾ ഇതിൻ്റെ പകുതി വരുമ്പോൾ ഇവിടെ x/2 അല്ലേ. x/2 ആണ് തന്മാത്രകളുടെ എണ്ണം വരുന്നത്. ഇനി ചോദ്യം ബി, CO2 തന്മാത്രകളുടെ എണ്ണം 3x 3x ആയാൽ വ്യാപ്തം എത്ര? അപ്പോൾ എക്സിലുള്ള വ്യാപ്തം 10 ആണ്. 3xലുള്ള വ്യാപ്തം 3 × 10 30 ലിറ്റർ അല്ലേ. ആൻസർ 30 ലിറ്റർ. ഇനി അതിലെ സി ചോദ്യം, ഇവിടെ ഏത് വാതക നിയമമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? ഇവിടെ മർദ്ദവും ഇവിടെ എന്താ വരുന്നത്? മർദ്ദവും താപനിലയും സ്ഥിരമാണ് അല്ലേ. സ്ഥിരപ്പെടുത്തിക്കൊണ്ടാണ് തന്മാത്രകളുടെ എണ്ണത്തിൽ മാറ്റം വരുന്നത്. അങ്ങനെയാണെങ്കിൽ അത് അവഗാഡ്രോ നിയമമാണ് വരുന്നത്. ഓക്കെ. ചോദ്യം 13, ചിത്രം വിശകലനം ചെയ്ത് ചുവടെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഇവിടെ നമുക്ക് രണ്ട് ബീക്കറുകൾ, 2 ലായനികൾ തന്നിട്ടുണ്ട്. കോപ്പർ സൾഫേറ്റ് ആണ്. ബീക്കർ എയിൽ കോപ്പർ സൾഫേറ്റ്, ബീക്കർ ബിയിൽ മെഗ്നീഷ്യം സൾഫേറ്റ് അല്ലേ. ഇനി ചോദ്യങ്ങൾ, അതിൽ മുങ്ങി നിൽക്കുന്ന ഇലക്ട്രോഡുകൾ, കോപ്പർ സൾഫേറ്റിൽ മെഗ്നീഷ്യം മുങ്ങി നിൽക്കുന്നു, മെഗ്നീഷ്യം സൾഫേറ്റിൽ കോപ്പർ ദണ്ടും മുങ്ങി നിൽക്കുന്നുണ്ട്. ഇനി ചോദ്യം, ഇവയിൽ ഏത് ബീക്കറിലാണ് ആദേശ രാസപ്രവർത്തനം നടക്കുന്നത്? കാരണം എഴുതുക. നമുക്കറിയാം, ആദേശ രാസപ്രവർത്തനം നടക്കണമെന്നുണ്ടെങ്കിൽ മുങ്ങി നിൽക്കുന്ന ദണ്ടിന് ക്രിയാശീലത കൂടുതലും ലായനിയിലെ ലോഹത്തിന് ക്രിയാശീലത കുറവും ആയിരിക്കണം. ഇവിടെ ബീക്കർ എയിൽ മെഗ്നീഷ്യമാണ്, അതുപോലെ തന്നെ ലായനിയിൽ കോപ്പറാണ്. കോപ്പറിനേക്കാളും ക്രിയാശീലത മെഗ്നീഷ്യത്തിനാണ്. അതിനാൽ ബീക്കർ എയിലാണ് ആദേശ രാസപ്രവർത്തനം നടക്കുന്നത്. അതിൻ്റെ കാരണം മെഗ്നീഷ്യത്തിന് കോപ്പറിനേക്കാളും ക്രിയാശീലത കൂടുതലാണ് അല്ലേ. ബിയുടെ ആൻസർ. ഇനി ചോദ്യം 14, ഒരു മൂലകത്തിൻ്റെ 5 GAM-ന് 80 ഗ്രാം മാസാണുള്ളത്. ഒരു മൂലകത്തിൻ്റെ 5 GAM-ന് 80 ഗ്രാം മാസാണുള്ളത്. ഇനി അതിലെ എ ചോദ്യം, ഈ മൂലകത്തിൻ്റെ അറ്റോമിക മാസ് എത്ര അല്ലേ. അറ്റോമിക മാസ് ഇവിടെ 5 എണ്ണത്തിൻ്റെ മാസാണ് 80. അപ്പോൾ ഒന്നിൻ്റെ മാസ് കാണാൻ എന്ത് ചെയ്യണം നമ്മൾ? 80/5. ആൻസർ 16 ആണ് മൂലകത്തിൻ്റെ അറ്റോമിക മാസ്. അറ്റോമിക് മാസാണ് ശരിക്കും 1 GAM എന്ന് പറയുന്നത്. 5 എണ്ണം 80 ആണെങ്കിൽ 1 GAM 80/5 = 16 ആണ് വരുന്നത് അല്ലേ. മാസ് 16. ഇനി അതിലെ ബി ചോദ്യം, ഈ മൂലകത്തിൻ്റെ 80 ഗ്രാമിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം എത്ര? അപ്പോൾ എന്താ വരിക? 80/16 × n അല്ലേ. അതായത് നമുക്ക് കിട്ടി 5 അല്ലേ. 5 × അവഗാഡ്രോ നമ്പർ 5 × 6.022 × 10 23 ആണ് ഉള്ളത്. ഓക്കെ. ഇനി ബിയുടെ ആൻസർ 5 × 6.022 × 10 23. ഇനി ചോദ്യം സി, ഈ മൂലകത്തിൻ്റെ 80 ഗ്രാമിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങൾക്ക് തുല്യ എണ്ണം ആറ്റങ്ങൾ ലഭിക്കാൻ എത്ര ഗ്രാം ഹീലിയം എടുക്കണം അല്ലേ. അപ്പോൾ ഇവിടെ 5 തന്മാത്രകളാണ് അല്ലെങ്കിൽ 5 ആറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഹീലിയം അത്രയും എടുക്കണമെന്നുണ്ടെങ്കിൽ 20 ഗ്രാം എടുക്കണം അല്ലേ. 20/4 4ആണ് ഹീലിയത്തിൻ്റെ മാസ്. അപ്പോൾ 20/4 ആണ് 5 അല്ലേ. 5 വരുന്നത്. ഓക്കെ. ഇനി ആൻസർ അവിടെ 20 ഗ്രാം. ചോദ്യം 15, ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രത്യേകതകൾ സൂചിപ്പിക്കുന്ന ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്തെഴുതുക. ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രത്യേകതകൾ സൂചിപ്പിക്കുന്ന ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്തെഴുതുക. അതിൽ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനുകൾ ഉയർന്ന അയണീകരണോർജ്ജം കാണിക്കുന്നു. ബി, അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ബാഹ്യതമ ഷെല്ലിന് തൊട്ടുമുമ്പുള്ള ഷെല്ലിലാണ്. സി, ഈ മൂലകങ്ങളുടെ സംയുക്തങ്ങൾ പലതും നിറമുള്ളതാണ്. ഡി, ഇവയിൽ പലതും പെട്രോളിയം വ്യവസായത്തിൽ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നു. ഇവ പീരിയോഡിക് ടേബിളിലെ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിൽ കാണപ്പെടുന്നു. എഫ്, ഇവയെല്ലാം അലോഹങ്ങളാണ്.
അപ്പോൾ ചോദ്യം ഇവിടെ ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രത്യേകതകൾ മാത്രമാണ് എഴുതാനുള്ളത്. അപ്പോൾ അതിൽ ആൻസറായിട്ട് വരുന്നത് ബി ശരിയാണ്. അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ബാഹ്യതമ ഷെല്ലിന് തൊട്ടുമുമ്പുള്ള ഷെല്ലിലാണ്. അതുപോലെ തന്നെ സി, ഈ മൂലകങ്ങളുടെ സംയുക്തങ്ങൾ പലതും നിറമുള്ളതാണ്. പിന്നെ വരുന്നത് ഇ ആണ്. ഇവ പീരിയോഡിക് ടേബിളിലെ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിൽ കാണപ്പെടുന്നു. അപ്പോൾ ആൻസർ ബി ശരിയാണ്, സി ശരിയാണ്, ഇയും ശരിയാണ്. ബി, സി, ഇ. ഇനി ചോദ്യം 16. STPയിൽ സ്ഥിതി ചെയ്യുന്ന 2 വാതകങ്ങളാണ് NH3 CH4. NH3 അമോണിയ, CH4 മീഥൈൻ. ചോദ്യം എ, STPയിൽ സ്ഥിതി ചെയ്യുന്ന 1 മോൾ വാതകത്തിൻ്റെ വ്യാപ്തം എത്ര? STPയിലുള്ള ഏതൊരു വാതകത്തിൻ്റെയും 1 മോളിലുള്ള വ്യാപ്തം എന്ന് പറയുന്നത് 22.4 ആണ്. അപ്പോൾ ആൻസർ 1 മോളിൻ്റെ വ്യാപ്തം 22.4. ചോദ്യം ബി, NH3 CH4 അമോണിയ മീഥൈൻ ഇവയുടെ വ്യാപ്തം 89.6 ലിറ്റർ വീതം ആണെങ്കിൽ ചോദ്യം 1, NH3യിലെ മോളുകളുടെ എണ്ണം കണ്ടെത്തി എഴുതുക. അല്ലേ, നമുക്കറിയാം STPയിലുള്ള മോളിൻ്റെ എണ്ണം കാണാൻ തന്നിരിക്കുന്ന വ്യാപ്തത്തെ 1 മോൾ വ്യാപ്തം കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ 89.6 ബൈ 22.4 സമം 4 മോൾ എന്നാണ് വരിക. 4 മോളാണ് ആൻസർ. അതിലെ ചോദ്യം 2, തന്നിരിക്കുന്ന CH4ലെ തന്മാത്രകളുടെ എണ്ണം എത്ര? അല്ലേ, CH4ഉം അതേപോലെ തന്നെയാണ് 4 മോൾ തന്നെയാണ് വരിക. അപ്പോൾ 4 ഇൻറ്റു അവഗാഡ്രോ നമ്പർ 4 ഇൻറ്റു 6.022 ഇൻറ്റു 10 23 ആണ് തന്മാത്രകളുടെ എണ്ണം. ചോദ്യം 3, STPയിൽ സ്ഥിതി ചെയ്യുന്ന 89.6 ലിറ്റർ CH4 വാതകത്തിൻ്റെ മാസ് കണക്കാക്കുക. അല്ലേ, അപ്പോൾ CH4ൻ്റെ മാസ്, മോളിക്കുലർ മാസ് 16 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇത് 1 മോളിൻ്റെ 1 മോൾ CH4ൻ്റെ മാസാണ് 16. ഇവിടെ STPയിൽ എത്ര മോളുണ്ട്? 4 മോളുണ്ട്. അപ്പോൾ 4 ഇൻറ്റു 16 സമം 64 ഗ്രാമാണ് ആൻസർ. ഓക്കെ, 64 ഗ്രാമാണ് ആൻസർ. ഇനി ചോദ്യം 17. ചുവടെ ചില സാമഗ്രികൾ തന്നിരിക്കുന്നു. FeSO4 ലായനി, ഫെറസ് സൾഫേറ്റ് ലായനി, ZnSO4 ലായനി, സിങ്ക് സൾഫേറ്റ് ലായനി, CuSO4 കോപ്പർ സൾഫേറ്റ് ലായനി, Fe ദണ്ട് അയൺ ദണ്ട്, Zn സിങ്ക് ദണ്ട്, Ag സിൽവർ ദണ്ട്, അതുപോലെ സാൾട്ട് ബ്രിഡ്ജ്, വോൾട്ട് മീറ്റർ, കോപ്പർ വയർ. ഇനി തന്നിരിക്കുന്ന സാമഗ്രികളിൽ നിന്ന് ഒരു ഗാൽവനിക് സെൽ നിർമ്മിക്കാൻ ആവശ്യമായവ തിരഞ്ഞെടുത്ത് സെൽ ചിത്രീകരിക്കുക. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ഗാൽവനിക് സെൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വേണ്ടത് ലായനി, ഇലക്ട്രോലൈറ്റ്. നമുക്ക് 2 ലായനി 3 ലായനികളൂടെ തന്നിട്ടുണ്ട്. ഇപ്പോൾ FeSO4 ഉണ്ട്, ZnSO4 ഉണ്ട്, CuSO4 ഉണ്ട്. ഈ 3 ലായനികൾക്ക് തന്നിട്ടുള്ള ദണ്ടുകൾ, അല്ലേ, ദണ്ടുകൾ 2 എണ്ണമാണ്. Fe ഉണ്ട്, സിങ്ക് 3 ദണ്ടുകളും തന്നിട്ടുണ്ട്, Fe, Zn, Ag. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ദണ്ടുകൾ Fe ഒരു ലായനിയിൽ ആ ലോഹദണ്ട് തന്നെയാണ് നിൽക്കേണ്ടത്. FeSO4ൽ Fe തന്നെ മുങ്ങിയിരിക്കണം. അതുപോലെ തന്നെ ZnSO4ൽ Zn ഉണ്ട്. പിന്നെ നമുക്ക് കോപ്പർ സൾഫേറ്റ് കോപ്പർ ദണ്ട് ഇല്ല. അപ്പോൾ നമുക്കിവിടെ 2 ലായനികൾ FeSO4 കൊടുക്കുക, സിങ്ക് സൾഫേറ്റ് കൊടുക്കുക. അല്ലേ, FeSO4ൽ Fe എടുക്കുക, സിങ്ക് സൾഫേറ്റിൽ സിങ്കും എടുക്കുക. ഈ 2 ദണ്ടുകളാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഗാൽവനിക് സെൽ ചിത്രീകരിക്കുമ്പോൾ അതിങ്ങനെയാണ് വരുന്നത്. ഒരു ബീക്കറിൽ 2 ബീക്കർ തൊട്ടടുത്തായിട്ട് വരയ്ക്കുന്നു. ആദ്യ ബീക്കറിൽ ZnSO4 സിങ്ക് ദണ്ട് മുങ്ങി നിൽക്കുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ ബീക്കറിൽ FeSO4 ലായനി എടുക്കുന്നു, ഫെറസ് സൾഫേറ്റ് ലായനി എടുക്കുന്നു, Feയും. ആ 2 ഇലക്ട്രോഡുകളെയും തമ്മിൽ വോൾട്ട് മീറ്ററുമായിട്ട് ബന്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെ ലായനികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് സാൾട്ട് ബ്രിഡ്ജ്. ഇത്രയുമായി കഴിഞ്ഞാൽ നമ്മുടെ ചിത്രീകരണമായി. ഇതാണ് സിങ്ക് Fe, അല്ലേ, സിങ്ക് അയൺ ഇലക്ട്രോഡുകളായിട്ടുള്ള ഗാൽവനിക് സെല്ലിൻ്റെ ചിത്രം. ഇനി മറ്റുള്ള ചോദ്യങ്ങളിലേക്ക് നോക്കാം. മറ്റുള്ള ചോദ്യങ്ങൾ, അപ്പോൾ തന്നിരിക്കുന്ന സാമഗ്രികളിൽ നിന്ന് ഒരു ഗാൽവനിക് സെൽ നിർമ്മിക്കാൻ ആവശ്യമായ തിരഞ്ഞെടുത്ത ചിത്രം സെൽ ചിത്രീകരിക്കുക. അല്ലേ, നമ്മൾ കണ്ടു. ഇനി ചോദ്യം ബി, ഈ സെല്ലിലെ ആനോഡ് ഏത്? ഇവിടെ സെല്ല് സിങ്കും അയണുമാണ് സെല്ല് വരുന്നത്. അല്ലേ, സിങ്കും അയണും വരുമ്പോൾ ക്രിയാശീലത കൂടിയത് സിങ്കാണ് ആനോഡായിട്ട് വരുന്നത്. ഇനി സി, ഗാൽവനിക് സെല്ലിൽ നടക്കുന്ന ഊർജ്ജമാറ്റം അവിടെ രാസോർജം വൈദ്യുതോർജ്ജമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. രാസോർജം വൈദ്യുതോർജ്ജമാകുന്നു. ചോദ്യം 18.
ഒരു മൂലകത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം AR3D8 4s2 അല്ലേ, 3D8 4s2 എന്നാണ്. ഇലക്ട്രോൺ വിന്യാസത്തിൻ്റെ ചുരുക്കരൂപമാണ്. ഇനി ഈ മൂലകത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്ര? നമുക്കറിയാം ആർഗൺ 18 വരുന്നത് അല്ലേ, 18 8 26 2 28, ആകെ 28 അറ്റോമിക് നമ്പർ. ആകെ 28 ഇലക്ട്രോണുകളുണ്ട്, അറ്റോമിക് നമ്പർ 28. ചോദ്യം ബി, ഏത് സബ്ഷെല്ലിലാണ് അവസാന ഇലക്ട്രോൺ പൂരണം നടന്നത്? ഇവിടെ 3D 4s വരികയാണെന്നുണ്ടെങ്കിൽ 4s നിറഞ്ഞതിന് ശേഷമാണ് 3Dയിലേക്ക് വരിക. അത് കാരണം അവസാന ഇലക്ട്രോണുകൾ 3Dയിലായിരിക്കും അല്ലേ, 3D ആണ് ആൻസർ. ഇനി സി ചോദ്യം, ഈ മൂലകത്തിൻ്റെ പീരിയഡ് നമ്പർ, ഗ്രൂപ്പ് നമ്പർ എന്നിവ കണ്ടെത്തുക. പീരിയഡ്, ഗ്രൂപ്പ് എന്നിവ കണ്ടെത്തുക. ഇവിടെ പീരിയഡ് വരുന്നത് 4 ഏറ്റവും വലിയ ഷെൽ നമ്പറാണ് പീരിയഡായിട്ട് വരുന്നത്. അപ്പോൾ പീരിയഡ് 4. അതുപോലെ തന്നെ ഗ്രൂപ്പ്, ഇത് ഡി ബ്ലോക്കാണ്, ഡി ബ്ലോക്ക് മൂലകമാണ്. ഡി ബ്ലോക്കിൻ്റെ ഗ്രൂപ്പ് കാണാൻ അവസാന 2 സബ്ഷെല്ലിലെ ഇലക്ട്രോണുകൾ കൂട്ടി എഴുതിയാൽ മതി. 8 + 2 10 ഗ്രൂപ്പ് വരിക, ഗ്രൂപ്പ് 10. ഇനി ചോദ്യം 19, സ്ഥിരമർദ്ദത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നിശ്ചിത മാസ് വാതകം ഉപയോഗിച്ച് നടത്തിയ പരീക്ഷണത്തിൻ്റെ ദത്തങ്ങളാണ് പട്ടികപ്പെടുത്തിയിരിക്കുന്നത്. സ്ഥിരമർദ്ദത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നിശ്ചിത മാസ് വാതകം ഉപയോഗിച്ച് നടത്തിയ പരീക്ഷണത്തിൻ്റെ ദത്തങ്ങളാണ് പട്ടികപ്പെടുത്തിയിരിക്കുന്നത്. വ്യാപ്തവും താപനിലയും. താപനില 300 ആയിരിക്കുമ്പോൾ വ്യാപ്തം 600 അല്ലേ. അതായത് വ്യാപ്തവും താപനില എങ്ങനെയാണ്? നേർ അനുപാതത്തിലാണ്, ഇരട്ടിയായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ വ്യാപ്തം 800 ആയിരിക്കുമ്പോൾ നമുക്ക് ഈ എക്സ്, അതുപോലെ തന്നെ താപനില 450 ആയിരിക്കുമ്പോൾ വ്യാപ്തം വൈയുമാണ്. ഇവിടെ പൂരിപ്പിക്കാനുള്ളത് ആദ്യ ചോദ്യം എക്സ്, വൈ എന്നിവയുടെ വിലകൾ കണ്ടെത്തുക. എക്സ് വരുന്നത് 800 നേരെ പകുതിയായിരിക്കും, 400 വരിക. അതുപോലെ തന്നെ വൈ വരുന്നത് 450ൻ്റെ ഇരട്ടി അല്ലേ, 900 വരിക. നമുക്ക് വേണമെങ്കിൽ ഈ സമവാക്യം ഉപയോഗിച്ച് കണ്ടുപിടിക്കുക. V1/T1 = V2/T2 അല്ലേ, എളുപ്പമുള്ളതാണ്, അതിൻ്റെ ആവശ്യമില്ല, പെട്ടെന്ന് കാണാവുന്നതാണ്. അപ്പോൾ എക്സ് 400, വൈ 900. ഇനി ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം, വ്യാപ്തവും താപനിലയും വരുന്ന നിയമം ചാൾസ് നിയമമാണ്. ഓക്കെ, ചാൾസ് നിയമം. ചോദ്യം സി, ചുവടെ കൊടുത്തിരിക്കുന്ന സാഹചര്യങ്ങൾ പരിശോധിച്ച് ഈ വാതക നിയമവുമായി ബന്ധപ്പെട്ടത് കണ്ടെത്തി എഴുതുക. അതിൽ ഒന്നാമത് വരുന്നത് ഊതി വീർപ്പിച്ച ബലൂൺ വെയിലത്ത് ഇട്ടാൽ അല്പസമയത്തിനു ശേഷം പൊട്ടുന്നു അല്ലേ. അപ്പോൾ താപനില കൂടുമ്പോൾ ബലൂണിനകത്തെ വ്യാപ്തം കൂടുന്നതാണ് ഇതിനുള്ള കാരണം. അപ്പോൾ ഇതന്നെയാണ് ആൻസർ അല്ലേ, ഒന്നാമത്തെ ശരിയാണ്. ഇത് ചാൾസ് നിയമവുമായി ബന്ധപ്പെട്ടതാണ്. രണ്ടാമത് വേണമെങ്കിൽ നമുക്ക് നോക്കാം. വായു നിറയ്ക്കുന്നതിനനുസരിച്ച് ബലൂണിൻ്റെ വ്യാപ്തം കൂടുന്നു. ഇത് അവഗാഡ്രോ നിയമവുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ ജലാശയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് മുകളിലേക്ക് വരുന്ന കോണുകൾ വലുതാകുന്നു, അത് ബോയിൽ നിയമമാണ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ ആൻസർ ഒന്നാമത്തതാണ്. ഇനി ചോദ്യം 20, മാംഗനീസിൻ്റെ ഏതാനും ഓക്സൈഡുകളുടെ രാസസൂത്രമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. മാംഗനീസിൻ്റെ ഏതാനും ഓക്സൈഡുകളുടെ രാസസൂത്രമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ഒന്ന് MnO2, രണ്ടാമത്തത് Mn2O3. ചോദ്യം എ, ഇവയിൽ ഓരോന്നിലെയും മാംഗനീസിൻ്റെ ഓക്സീകരണാവസ്ഥ കണ്ടെത്തുക. സൂചനകളുണ്ട്. ഓക്സിജൻ്റെ ഓക്സീകരണാവസ്ഥ -2. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓക്സീകരണാവസ്ഥ കാണുമ്പോൾ എപ്പോഴും ഒരു തന്മാത്രയിലെ ഘടകമൂലകങ്ങളുടെ ഓക്സീകരണാവസ്ഥയുടെ തുക എപ്പോഴും 0 അല്ലേ. അപ്പോൾ ഇവിടെ MnO2 ശ്രദ്ധിക്കുക. MnO2ൽ നമുക്ക് Mn മാംഗനീസും ഉണ്ട്, അതുപോലെ തന്നെ O2 ഓക്സിജനും ഉണ്ട്. 2 മൂലകങ്ങളുണ്ട്. അതിൽ ഒന്നിൻ്റെ ഓക്സിജനാവസ്ഥ നമുക്ക് തന്നിട്ടുണ്ട് -2, ഓക്സിജൻ്റെ -2 അല്ലേ. അപ്പോൾ ഇത് ടോട്ടൽ 0 വരണം. അപ്പോൾ ഇവിടെ നമ്മളൊന്നും ചെയ്ത് നോക്കാം. ഓക്സിജൻ്റെ 2 മൂലകങ്ങളുണ്ട്, 2 മൂലകങ്ങളുടെ ഓക്സിജനാവസ്ഥയുടെ തുക 0 വരേണ്ടത്. അപ്പോൾ ഓക്സിജൻ ടോട്ടൽ ഒരു ഓക്സിജൻ്റെ ആണ് -2, 2 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ -2 × 2 -4 അല്ലേ. ഇനി Mn കണ്ടാൽ മതി. -4നോട് +4 ആഡ് ചെയ്യുമ്പോഴാണ് 0 കിട്ടുക. +4 ഇതിൽ Mൻ്റെ ഓക്സിജനാവസ്ഥ. അപ്പോൾ ഇവിടെ ഒന്നാമത്തത് 4+ ആണ് ഓക്സിജനാവസ്ഥ അല്ലേ. ഇനി രണ്ടാമത് Mn2O3. Mn2O3യിലും 2 മൂലകങ്ങളാണുള്ളത്. ഇവയുടെ ഓക്സിജനാവസ്ഥൻ്റെ തുക 0 വരിക. അപ്പോൾ അത് നോക്കൂ എങ്ങനെ വരും. ഇവിടെ Mn2O3 അല്ലേ. അപ്പോൾ ഓക്സിജൻ്റെ -2 × 3 -6 ഓക്സിജൻ്റെ ടോട്ടൽ വരിക, -6.
ഇനി MN ഇവിടെ ശ്രദ്ധിക്കുമ്പോൾ MN2 ഉണ്ട് ഇവിടെ, ഓൾറെഡി 2 MN ആണ് ഇവിടെ, 2 MN അല്ലേ. അപ്പോൾ 2നോട് എത്ര ഗുണിക്കുമ്പോഴാണ് 6 കിട്ടുക അല്ലേ, +3 അല്ലേ, +3 × 2 +6. ഓക്കെ, അതായത് ഇവിടെ ഓക്സിജൻ അവസ്ഥ വരുന്നത് ഓൾറെഡി MN 2 ഉണ്ട്, അപ്പോൾ 3 മതി അല്ലേ, 3 × 2 6. ഓക്കെ, അപ്പോൾ +3 അല്ലെങ്കിൽ 3+ ആണ് രണ്ടാമത്തേൽ മാംഗനീസിൻ്റെ ഓക്സിജൻ അവസ്ഥ. അപ്പോൾ ഒന്നിൽ 4+ഉം രണ്ടാമത്തേൽ 3+ഉം. ഇനി അതിൽ ചോദ്യം ബി, Mn4+ൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. ശ്രദ്ധിക്കണം, Mn4+ൻ്റെതാണ് എഴുതാനുള്ളത്. ഈ 4+, Mn4+ അയോണായി മാറിയിട്ടുള്ളത് 4 ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുത്തുമ്പോഴാണ് 4+ ഇതിന് കിട്ടുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് MN-ൻ്റെ അറ്റോം നമ്പർ 25. അപ്പോൾ യഥാർത്ഥ MN 25 ആകുമ്പോൾ എങ്ങനെയാണ് വരുന്നത്, 1s2 2s2 2p6 3s2 3p6 3d5 4s2 അല്ലേ, ഇങ്ങനെയല്ലേ വരിക യഥാർത്ഥ MN. ഇനി Mn4+ ആണെങ്കിൽ 4 ഇലക്ട്രോണുകളെ ഒഴിവാക്കണം. അപ്പോൾ ഒരാറ്റം അതിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ നിന്നാണ് ആദ്യ ഇലക്ട്രോണെ നഷ്ടപ്പെടുത്തുക. ഇവിടെ ഇതിൻ്റെ ബാഹ്യതമ ഷെല്ല് 4s ആണ് അല്ലേ, 4s നിന്ന് 2 എണ്ണം പോകുന്നു, ഇനി 2 എണ്ണം കൂടെ വേണം, അപ്പോൾ തൊട്ടുള്ളിലുള്ള 3D നിന്ന് 2 എണ്ണം പോകും അല്ലേ. അപ്പോൾ ഇവിടെ 3d3. അപ്പോൾ ഈ 4s നമുക്ക് എഴുതണ്ട. Mn4+ൻ്റെ വിന്യാസം എങ്ങനെയാണ് വരുന്നത്, 1s2 2s2 2p6 3s2 3p6 3d3. ഒന്നുകൂടും പറയാം, 4 ഇലക്ട്രോണുകളെ ഈ 2 സബ്ഷെല്ലിൽ നിന്നാണ് നഷ്ടപ്പെടുത്തുക. ആദ്യം ഏറ്റവും പുറമെയുള്ള സബ്ഷെല്ല് 4s, അതിൽ 2 എണ്ണേ ഉള്ളൂ, 2 എണ്ണം പോയി, 2 എണ്ണം കൂടെ വേണം, 3d5 എന്നാണ് പിന്നെ പോവുക, 2 എണ്ണം പോയി കഴിഞ്ഞാൽ 3d3 അല്ലേ. ഓക്കെ, 4s നമ്മൾ എഴുതേണ്ട പിന്നീട്. അപ്പോൾ 3p6 3d3 എന്ന് ലാസ്റ്റ് വരും. ഇനി ചോദ്യം സി, ഡി ബ്ലോക്ക് മൂലകങ്ങൾ പൊതുവെ വ്യത്യസ്ത ഓക്സിജനാവസ്ഥ കാണിക്കുന്നു. ഡി ബ്ലോക്ക് മൂലകങ്ങൾ വ്യത്യസ്ത ഓക്സിജനാവസ്ഥ കാണിക്കുന്നു. കാരണമെന്ത്? അതിനുള്ള കാരണം ഈ ഇവിടെ തന്നെ ഡി ബ്ലോക്ക് മൂലകങ്ങൾ അവസാന ഷെല്ലിൽ നിന്നും അതുപോലെ തന്നെ തൊട്ടുള്ളിലുള്ള ഷെല്ലിൽ നിന്നും ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു അല്ലേ. അപ്പോൾ മാംഗനീസിൻ്റെ കേസ് തന്നെ ഈ ഇലക്ട്രോണിനെ 4s നിന്നും വിട്ടുകൊടുത്തു, അതുപോലെ തന്നെ 3D നിന്നും വിട്ടുകൊടുക്കും. അപ്പോൾ ഇങ്ങനെ 2 ഷെല്ലുകളിൽ നിന്ന് ഇലക്ട്രോണിനെ നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് അവർക്ക് വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ ഉള്ളത്. ഓക്കെ, അപ്പോൾ നല്ല എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. ഓക്കെ.